നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. ട്രെയിനിൽ കടത്തിയ 47.7 കിലോ കഞ്ചാവ് പിടികൂടി. ബംഗാൾ സ്വദേശികളായ യുവതിയും യുവാവും അറസ്റ്റ്. മലപ്പുറം പാണ്ടിക്കാട് ഹാഷിഷ് ഓയിലുമായി പിടിയിലായ യുവാവ് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെന്ന് പോലീസ്. കോഴിക്കോട് നല്ലളം സ്വദേശി നവീൻ ബാബുവാണ് 190 ഗ്രാം ഹാഷിഷ് ഓയിലുമായി പിടിയിലായത്. സ്വകാര്യ ബസ്സിൽ ദേഹത്ത് ഒളിപ്പിച്ചായിരുന്നു മയക്കുമരുന്ന് കടത്തം. ലോക വനിതാ ദിനം വ്യത്യസ്തമായ പരിപാടികളോടെ ആഘോഷിച്ച തദ്ദേശഭരണ സ്ഥാപനങ്ങളും വിവിധ സംഘടനകളും. സ്ത്രീകൾ ഇനിയും ശാക്തീകരിക്കപ്പെടേണ്ടതുണ്ടെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക. ശാരീരിക മാനസിക ആരോഗ്യത്തിന് വനിതകൾ പ്രാമുഖ്യം നൽകണമെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ. ഒറ്റപ്പാലം ചിലക്കത്തൂർ പൂരത്തിന് വെടിക്കെട്ട് നടത്താൻ ഹൈക്കോടതിയുടെ അനുമതി. ഇതാദ്യമായി പകൽ പൂരത്തിന് സമാപനം കുറിച്ച് 27 ആനകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ. ആറാട്ടെഴുന്നള്ളിപ്പോടെ മണ്ണാർക്കാട് അരക്കുറിശി ക്ഷേത്രത്തിൽ പൂരാഘോഷം തുടങ്ങി. ആശാവർക്കർമാർക്ക് ആശ്വാസം പകർന്ന് നജീബ് കാന്തപുരം MLA ഹെൽത്ത് കാർഡ് പദ്ധതി 2ാം വർഷത്തിലേക്ക്. കഴിഞ്ഞ ഒരു വർഷം ചികിത്സാ ആനുകൂല്യം ലഭിച്ചത് 150 പേർക്ക്. 44 പേർക്ക് സൗജന്യ പ്രസവവും പ്രസവ ശസ്ത്രക്രിയയും സാധ്യമായതായി MLA. പെരിന്തൽമണ്ണ തിരൂർക്കാട് കുറുക്കന്റെ കടിയേറ്റ് 3 പേർക്ക് പരിക്ക്. കടിയേറ്റ ഒരു സ്ത്രീയുടെ നില ഗുരുതരം. കടിയേറ്റ 2 സ്ത്രീകൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ. വിശദമായ വാർത്തകളിലേക്ക്. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. 47.7 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളായ യുവതിയും യുവാവും പിടിയിൽ. 3 സൂട്ട്കേസുകളിലായാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. ട്രെയിനിലൂടെയുള്ള ലഹരിക്കടത്തിനെതിരായി പാലക്കാട് RPF ക്രൈം ഇന്റലിജൻസ് വിഭാഗവും റെയിൽവേ പോലീസ് ഡാൻസ് ഓഫ് സ്ക്വാഡും എക്സൈസ് റേഞ്ചും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ശനിയാഴ്ച രാവിലെ പാലക്കാട് ജംഗ്ഷനിൽ എത്തിച്ചേർന്ന സന്ത്രാഗച്ചി മംഗലാപുരം വിവേക് എക്സ്പ്രസിൽ നിന്നാണ് പശ്ചിമബംഗാൾ ഹുഗ്ലി സ്വദേശികളായ സജൽ ഹൽദർ, ലവ്ലി മലാക്കർ എന്നിവരുടെ കൈവശമുണ്ടായിരുന്ന 3 വലിയ ട്രോളി സൂട്ട്കേസുകളിലായി കടത്തിക്കൊണ്ടുവന്ന 47.7 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തത്. പിടികൂടിയ കഞ്ചാവിന് 24 ലക്ഷത്തോളം രൂപ വില വരും. സംഭവത്തിൽ എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഒഡീഷയിൽ നിന്ന് കണ്ണൂരിലേക്ക് കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. കണ്ണൂർ, അഴീക്കോട്, വളപട്ടണം, മട്ടന്നൂർ എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം നടത്തുന്ന സംഘത്തിലെ കണ്ണികളാണ് അറസ്റ്റിലായവരെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. അറസ്റ്റിലായ യുവാവിനെതിരെ കണ്ണൂരിൽ കഞ്ചാവ് കേസ് നിലവിലുണ്ട്. ഹാഷിഷ് ഓയിലുമായി പാണ്ടിക്കാട് പോലീസും പെരിന്തൽമണ്ണ ഡാൻസ് ഓഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്ത യുവാവ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. കോഴിക്കോട് നല്ലളം സ്വദേശി അച്ചാരമ്പത്ത് നവീൻ ബാബുവിനെയാണ് മൂരിപ്പാടത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വകാര്യ ബസ്സിൽ ദേഹത്ത് ഒളിപ്പിച്ച് കടത്തിയ 190 ഗ്രാം ഹാഷിഷ് ഓയിലാണ് ഇയാളിൽ നിന്നും പിടികൂടിയത്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലായി പെട്രോൾ ബോംബ് എറിയൽ, പോലീസിനെതിരെയുള്ള വധശ്രമം, ആയുധ നിരോധന പ്രകാരമുള്ള കേസുകൾ, പോലീസ് വാഹനത്തിന്റെ ഗ്ലാസ് തല്ലിത്തകർക്കൽ, കവർച്ച, മോഷണം തുടങ്ങി നിരവധി കേസുകളിലെ പ്രതിയാണ് നവീൻ ബാബു. മിക്ക കേസുകളിലും വിചാരണ നേരിടുന്ന പ്രതി കാപ്പ നിയമപ്രകാരം 6 മാസം കരുതൽ തടങ്കലിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഡിസംബറിലാണ് പുറത്തിറങ്ങിയത്. തുടർന്ന് മാംഗ്ലൂർ, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഹാഷിഷ് ഓയിൽ കടത്തി വിൽപ്പന നടത്തി വരികയാണ്. മഞ്ചേരിയിൽ നിന്ന് കരുവാരക്കുണ്ടിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ പ്രതി ഹാഷിഷ് ഓയിൽ കടത്തുന്നുണ്ടെന്ന് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച രാത്രി 9ഓടെ മൂരിപ്പാടത്ത് വെച്ച് ബസ് തടഞ്ഞു നിർത്തി പരിശോധിച്ചതിൽ നിന്നാണ് പ്രതിയെ കണ്ടെത്താനായത്. കഞ്ചാവ് വാറ്റിയെടുത്ത് ഉണ്ടാക്കിയ വീര്യം കൂടിയ ഹാഷിഷ് ഓയിൽ ഗ്രാമിന് 2000 രൂപ നിരക്കിലാണ് വിൽപ്പന നടത്താറുള്ളത്. പ്ലാസ്റ്റിക് കുപ്പിയിലാക്കി പാൻസിനുള്ളിൽ ഒളിപ്പിക്കുകയും മണം പുറത്തു വരാതിരിക്കാൻ സെല്ലോ ടാപ്പ് ഉപയോഗിച്ച് ചുറ്റിയ നിലയിലുമായിരുന്നു. ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ്, പെരിന്തൽമണ്ണ DYSP A പ്രേംജിത്ത് എന്നിവരുടെ നിർദ്ദേശപ്രകാരം പാണ്ടിക്കാട് SI MK ദാസൻ, ഉദ്യോഗസ്ഥരായ അജയൻ, അരുൺ K കുമാർ, സനു K ജോർജ്, ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡുമാണ് പ്രതിയെ പിടികൂടിയത്. പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. സ്ത്രീകൾ ഇന്നും ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇവ പരിഹരിച്ചു മുന്നേറാൻ കഴിയണമെന്നും പാലക്കാട് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക. സ്ത്രീ ശാക്തീകരണം കൂടുതൽ ശക്തിപ്പെടേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞു. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഷൊർണൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. സ്ത്രീ സുരക്ഷ വേണ്ട രീതിയിൽ കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. സ്ത്രീകൾ ഇന്നും ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇവ പരിഹരിച്ച് മുന്നേറാൻ സ്ത്രീ സമൂഹത്തിന് സാധിക്കണം. ഒട്ടേറെ നേട്ടങ്ങൾ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് അഭിനന്ദനാർഹമാണെന്നും കളക്ടർ പറഞ്ഞു. എല്ലാ
സ്ത്രീകളല്ലേ nobody can stop അല്ലേ ഒത്തിരി ഷിപ്പ് വുമൻസിന്റെ കുറേ ഇൻഫ്ലുവൻസ് നമ്മൾ കണ്ടെത്തുന്ന വിമൻ സ്റ്റാൻഡ് nobody can stop സോ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം സപ്പോർട്ട് ചെയ്യുന്ന വിമൻ അറൗണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള വനിതകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതാണ് നോക്കുന്നത് പിന്നെ മൂന്നാമത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൊസൈറ്റി നിങ്ങളുടെ വാർഡ് ആയിരിക്കും നിങ്ങളുടെ പഞ്ചായത്ത് ആയിരിക്കും നിങ്ങളുടെ മുനിസിപ്പാലിറ്റി ആയിരിക്കും അവിടെ എങ്ങനെയാണ് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് how can you bring about a social change? ഇപ്പോൾ ഇവിടെ ചെയർപേഴ്സൺ സംസാരിക്കുന്നതായിരുന്നു ക്രൈം ആക്ട് നടക്കുന്നുണ്ട് പിന്നെ ലഹരി വിരുദ്ധം മുനിസിപ്പാലിറ്റി മുന്നോട്ട് പോകുന്നുണ്ട് how can you be part of social engineering? Because എനിക്കൊരു സ്റ്റോറി അറിയാം ഡൽഹിയുടെ ഒരു സ്റ്റോറിയാണ്. പാലക്കാട് കുടുംബശ്രീ ജില്ലാ മിഷനും ഷൊർണൂർ നഗരസഭാ കുടുംബശ്രീയും സംയുക്തമായാണ് അന്താരാഷ്ട്ര വനിതാ ദിനാചരണ ജില്ലാതല പരിപാടി സംഘടിപ്പിച്ചത്. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ കെ ചന്ദ്രദാസ് മുഖ്യാതിഥിയായിരുന്നു. കെ എൻ ലക്ഷ്മണൻ, എസ് ജി മുകുന്ദൻ, വി സി സിന്ധു, പി എസ് രാജേഷ്, പി പി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ അഡ്വക്കേറ്റ് പി എം ജയ, ഡോക്ടർ ലത ബിജു, സി ആരതി, വി പ്രസീത എന്നിവർ സംസാരിച്ചു. ആരോഗ്യ സംരക്ഷണവും വ്യായാമവും സ്ത്രീകൾ ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പറഞ്ഞു. വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ മലപ്പുറത്ത് നടന്ന വനിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ശാരീരിക മാനസിക ആരോഗ്യത്തിന് വനിതകൾ പ്രാമുഖ്യം നൽകണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പറഞ്ഞു. ആരോഗ്യ സംരക്ഷണവും വ്യായാമവും സ്ത്രീകൾ ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്നും അതിലൂടെയാണ് ശാക്തീകരണം സാധ്യമാകുകയെന്നും എം കെ റഫീഖ പറഞ്ഞു. ഒരു കാലത്ത് മലപ്പുറത്തുണ്ടായിരുന്നു എന്ന് ഇവരിങ്ങനെ യാത്രയിൽ പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികളും എന്ത് ചെയ്യണേ പാസ്സായി പോവുകയാണ്. അപ്പൊ അങ്ങനെ ഒരു കാലം മലപ്പുറത്തുള്ള ഒരു കാലത്ത് നിന്ന് മറിയം ജുമാനെ പോലെയുള്ള 19 വയസ്സുകാരി വിമാനം പറത്താൻ ആഗ്രഹിച്ചിട്ട് ആ കുട്ടി വിമാനം പറത്തേണ്. ആ കുട്ടി വലിയ ഒരു വിദ്യാഭ്യാസ യോഗ്യതയുള്ള വലിയൊരു കുടുംബത്തിലൊന്നല്ല. ആ കുട്ടിയുടെ ഒപ്പം എന്താണ് ഒരു മുസ്ലിം കുടുംബത്തിലെ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നം അങ്ങനെ ഒരു ലക്ഷ്യം ആ കുട്ടി മനസ്സിൽ കണ്ടപ്പോ അത് യാഥാർത്ഥ്യമാക്കി ആ കുട്ടി തന്നെയാണ്. അങ്ങനെ നമുക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റും. വനിതാ ശിശുവികസന ഓഫീസും ഡിസ്ട്രിക്ട് സങ്കൽപ് ഹബ്ബ് ഫോർ എംപവർമെന്റ് ഫോർ വുമണും സംയുക്തമായാണ് മലപ്പുറത്ത് ജില്ലാതല വനിതാ ദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച 4 വനിതകളെ ചടങ്ങിൽ ആദരിച്ചു. മലപ്പുറം മുനിസിപ്പൽ കൗൺസിലർ സി പി ആയിഷാബി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 66-ാമത്തെ വയസ്സിൽ +2 തുല്യതാ പരീക്ഷ വിജയിച്ച പി സുമതി, കാലുകൊണ്ടുള്ള ചിത്രരചനയിലൂടെ ശ്രദ്ധേയായ വി കെ സുമയ്യ, പാമ്പ് പിടുത്തക്കാരിയും ഡ്രൈവിംഗ് പരിശീലകയും യൂട്യൂബറുമായ ടി പി ഉഷ എന്നിവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പൊന്നാടണിയിച്ച് ആദരിച്ചു. ജില്ലയിലെ പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റ് ട്രെയിനി ജുമാന മറയത്തിനു വേണ്ടി മാതാവ് ആദരം ഏറ്റുവാങ്ങി. വനിതാ ശിശുവികസന വകുപ്പ് വനിതാ ദിനത്തിന് മുന്നോടിയായി കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഡിബേറ്റ് മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ അലിഗഡ് മുസ്ലിം സർവകലാശാല, ശ്രീ ശങ്കരാചാര്യ സർവകലാശാല, ഗവൺമെന്റ് കോളേജ് മലപ്പുറം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥി പ്രതിനിധികൾക്കും അധ്യാപകർക്കും സമ്മാനങ്ങൾ നൽകി. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവകാശങ്ങളും സമത്വവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് സുജാത വർമ്മ ക്ലാസ് നയിച്ചു. ഉച്ചയ്ക്ക് ശേഷം വനിതകൾക്കായി സിനിമാ പ്രദർശനവും നടന്നു. കുന്നുമ്മൽ ദിലീപ് മുഖർജി ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ കെ വി ആശാമോൾ, ജില്ലാതല ICDS സെൽ പ്രോഗ്രാം ഓഫീസർ NP ബിന്ദു, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ഷാജിദ ആറ്റാശ്ശേരി, വനിതാ ശിശുവികസന വകുപ്പ് സീനിയർ സൂപ്രണ്ട് കെ ഷീബ, വനിതാ സംരക്ഷണ ഓഫീസർ TM ശ്രുതി, ഹബ്ബ് ഫോർ എംപവർമെന്റ് ഫോർ വുമൺ കോർഡിനേറ്റർ വി അഞ്ജു, അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ രാഹുൽ വി രാജൻ, വനിതാ ശിശുവികസന ഓഫീസ് ജൂനിയർ സൂപ്രണ്ട് TT ഫൈസൽ എന്നിവർ സംസാരിച്ചു. കോളേജ് വിദ്യാർത്ഥികൾ, കുടുംബശ്രീ പ്രവർത്തകർ, വിവിധ വകുപ്പുകളിൽ നിന്നുള്ള വനിതാ പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു.
ആശാ വർക്കർമാർക്ക് ആശ്വാസം പകർന്ന് നജീബ് കാന്തപുരം MLA ഹെൽത്ത് കാർഡ് പദ്ധതി 2ാം വർഷത്തിലേക്ക്. ഒരു വർഷത്തിനുള്ളിൽ പദ്ധതിയിലൂടെ 150 പേർക്കാണ് ചികിത്സാ ആനുകൂല്യം ലഭ്യമാക്കിയത്. 44 പേർക്ക് സൗജന്യ പ്രസവവും പ്രസവ ശസ്ത്രക്രിയയും പദ്ധതിയിലൂടെ സാധ്യമായി. ഹെൽത്ത് കാർഡ് പദ്ധതിയിൽ 967 അംഗങ്ങളുണ്ടെന്നും ഇവരുടെ അംഗത്വം പുതുക്കുന്നതിന് മാർച്ച് 15, 16, 17 തീയതികളിൽ MLA ഓഫീസിൽ സൗകര്യമൊരുക്കുമെന്നും നജീബ് കാന്തപുരം MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമൂഹത്തിൽ അടിത്തട്ടിൽ ചെറിയ വേതനത്തിന് സേവനം ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരുടെയും സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരുടെയും ചികിത്സയ്ക്കായി നജീബ് കാന്തപുരം MLA നടപ്പാക്കിയ MLA ഹെൽത്ത് കാർഡ് പദ്ധതി 2ാം വർഷവും തുടരും. നിയോജക മണ്ഡലത്തിലെ ആശാ വർക്കർമാർ, അംഗനവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, ആംബുലൻസ് ഡ്രൈവർമാർ, പരിരക്ഷ, പാലിയേറ്റീവ്, ട്രോമ കെയർ വളണ്ടിയർമാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, CDS അംഗങ്ങൾ എന്നിവരുടെ ആരോഗ്യ പരിരക്ഷ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നജീബ് കാന്തപുരം MLA ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പാക്കിയത്. പെരിന്തൽമണ്ണയിലെ 10 സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത്. MLA ഹെൽത്ത് കാർഡ് വഴി കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 200ഓളം പേർക്ക് വിവിധ ചികിത്സയ്ക്കുള്ള ആനുകൂല്യം ലഭ്യമാക്കിയെന്നും ഈ പദ്ധതി വരും വർഷങ്ങളിലും തുടരുമെന്നും നജീബ് കാന്തപുരം MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 11 സിസേറിയൻ ഉൾപ്പെടെ 44 പേരുടെ പ്രസവ ചികിത്സ സമ്പൂർണ്ണമായും ഈ പദ്ധതിയിലൂടെ സൗജന്യമാക്കാൻ സാധിച്ചു. MES മെഡിക്കൽ കോളേജാണ് പ്രസവ ചികിത്സ പൂർണ്ണമായും സൗജന്യമായി നൽകിയത്. 1967 പേർ നിലവിൽ ഈ പദ്ധതിയിൽ അംഗങ്ങളായുണ്ട്. പെരിന്തൽമണ്ണയിലെ വിവിധ ആശുപത്രികളിൽ വ്യത്യസ്ത തരത്തിലാണ് ചികിത്സാ ആനുകൂല്യങ്ങൾ നൽകി വരുന്നത്. പദ്ധതിയിൽ അംഗത്വമെടുത്തവർക്ക് ഈ വർഷം മുതൽ 2 ലക്ഷം രൂപയുടെ ആക്സിഡന്റ് ഇൻഷുറൻസ് പോളിസിയും കൂടി സൗജന്യമായി നൽകുമെന്ന് MLA പറഞ്ഞു. ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ആക്സിഡന്റ് ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും സൗജന്യമായി 2 ലക്ഷം രൂപയുടെ കവറേജ് വരെ വരാവുന്ന ഒരു ആക്സിഡൻറ്റ് പോളിസിയായിരുന്നു. ഇതും നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് ഒരു അപകടം പറ്റിയാൽ 40,000 രൂപ വരെ അവർക്ക് ക്ലെയിം ചെയ്യാവുന്ന, അപകടത്തിന് ക്ലെയിം ചെയ്യാവുന്ന ഒരു ഇൻഷുറൻസാണ്. അത് കഴിഞ്ഞ തവണ ഒരു രൂപ പോലും നമ്മുടെ ഒരാളിൽ നിന്ന് വാങ്ങാതെ അതൊരു MLA പദ്ധതി എന്ന നിലയിൽ തന്നെ നമ്മൾ സൗജന്യമായിട്ടാണ് കൊടുത്തത്. അത് ഇത്തവണ നമ്മൾ പുതുക്കാൻ പോവുകയാണ്. കഴിഞ്ഞ തവണ നമുക്ക് 600 ചില്ലാനം ആളുകളായിരുന്നു ഇതിൻ്റെ ഗുണഭോക്താക്കളായി ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം അത് 967 ആയിട്ട് ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ 1000ഓളം പേർക്ക് നമ്മൾ ഈ സൗജന്യമായിട്ടുള്ള ഇൻഷുറൻസ് കൂടി കൊടുത്തുകൊണ്ട് നമ്മളൊരു പരിരക്ഷ ഉറപ്പാക്കുകയാണ്. സംസ്ഥാനത്ത് അഭിമാനകരമായ മാതൃകയാണ് പെരിന്തൽമണ്ണ MLA ഉയർത്തിക്കാട്ടിയത്. സംസ്ഥാന സർക്കാർ ആശാപ്രവർത്തകരോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ആശാപ്രവർത്തകർക്ക് വേണ്ടിയുള്ള ഹെൽത്ത് കാർഡ് പദ്ധതി കൂടുതൽ സജീവമാക്കുമെന്ന് വനിതാ ദിനത്തിൽ MLAയുടെ പ്രഖ്യാപനം ഉണ്ടായത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു വലിയ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ നാഡീഞരമ്പുകളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഒരുപാട് സാധാരണ ഒരു കുടുംബത്തിൽ പോലും അവരുടെ ഒരു സാന്നിധ്യം, അവരുടെ ഒരു കയ്യൊപ്പ്, അവർ നൽകുന്ന ഒരു സമാശ്വാസം, അവരുടെ പരിചരണം, ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. പക്ഷേ ആശാ വർക്കർമാരോട് ഈ ഗവൺമെൻറ് കാണിക്കുന്ന നിലപാടെന്ന് പറയുന്നത് വളരെ ശത്രുതാപരമായ ഒരു സമീപനത്തോടു കൂടിയാണ് ആശാ വർക്കർമാരെ സമീപിക്കുന്നത്. അപ്പോഴും പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു അഭിമാനകരമായ ഒരു മോഡൽ നമുക്ക് സംസ്ഥാനത്തിന് ഉയർത്തി കാണിക്കാനുണ്ട് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വർഷം ആവിഷ്കരിച്ചിട്ടുള്ള MLA ഹെൽത്ത് കാർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ MLA ഹെൽത്ത് കാർഡ് വഴി നമുക്ക് സാധിച്ചിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ ഏറ്റവും മൈക്രോ ലെവലിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ സങ്കടങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ടാവും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് ആശാവർക്കർമാരും നമ്മുടെ അംഗൻവാടി ഹെൽപ്പർമാരും അതുപോലെ തന്നെ ടീച്ചർമാരൊക്കെ അനുഭവിക്കുന്ന കാര്യം. അവർക്ക് നമ്മളെല്ലാം മനസ്സിലാക്കണം, ഇത്രയും തുച്ഛമായ ശമ്പളത്തിന്, വളരെ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകളാണ്. ഒരു ദിവസം അവരൊരു രോഗിയായി പോയാൽ അവർക്ക് താങ്ങാൻ കഴിയാത്ത ചിലവേറിയ ചികിത്സാ സംവിധാനങ്ങളാണ് അവർ കടന്നു പോകുന്നത്. എന്നാൽ 150 പേർ, അത്തരത്തിലുള്ള 150 പേർക്ക് ഈ ഒരു വർഷത്തിനകം നമുക്ക് സഹായം നൽകാൻ സാധിച്ചു. ഏതാണ്ട് 4 ലക്ഷത്തിലേറെ രൂപയുടെ ഗുണഫലം നമ്മുടെ ആയമാർക്കും ആശാവർക്കർമാർക്കും ഈ കാലയളവിനുള്ളിൽ അവർക്ക് നൽകാൻ സാധിച്ചു. നിലവിൽ അംഗങ്ങളായവരുടെ അംഗത്വം പുതുക്കുന്നതിന് മാർച്ച് 15, 16, 17 തീയതികളിൽ MLA ഓഫീസിൽ സൗകര്യമൊരുക്കും. MES മെഡിക്കൽ കോളേജ് ആശുപത്രി, അൽഷിഫ ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ, രാംദാസ് ക്ലിനിക്, ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ, അസന്റ് ENT ഹോസ്പിറ്റൽ, BKCC ഹോസ്പിറ്റൽ, എൻഡോഡൈബ് ഹോസ്പിറ്റൽ, അൽസ്ലാമ കണ്ണാശുപത്രി, അബേറ്റ് കണ്ണാശുപത്രി എന്നീ ഹോസ്പിറ്റലുകളാണ് പദ്ധതിയുമായി സഹകരിക്കുന്നത്.
ഈസ്റ്റ് ഒറ്റപ്പാലത്ത് വീട് കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർന്നു. ഭാരതപ്പുഴ റോഡിൽ മണ്ണുംപടിക്കൽ ജാഫർ അലിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. 2 ഗ്രാമിന്റെ മോതിരവും 1500 രൂപയുമാണ് മോഷണം പോയത്. വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് കുടുംബ വീട് പൂട്ടി ആശുപത്രിയിൽ പോയ സമയത്താണ് മോഷണം നടന്നിരിക്കുന്നത്. 1:30 തിരിച്ചെത്തിയപ്പോഴാണ് മുൻവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ച നിലയിൽ കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബെഡ്റൂമിലെ അലമാരയിൽ സൂക്ഷിച്ച പണവും സ്വർണവും മോഷ്ടിക്കപ്പെട്ടതായി അറിയുന്നത്. അലമാരയിലെ സാധനങ്ങളെല്ലാം വലിച്ചുവാരിയിട്ട നിലയിലാണ്. സംഭവത്തിൽ വീട്ടുടമയുടെ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പെരിന്തൽമണ്ണ തിരൂർക്കാട് കുറുക്കന്റെ കടിയേറ്റ് 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ ഒരു സ്ത്രീയുടെ നില ഗുരുതരമാണ്. ഓടിക്കൂടിയ നാട്ടുകാർ കുറുക്കനെ അടിച്ചു കൊന്നു. തിരൂർക്കാട് ഇല്ലത്തുപറമ്പ് പുഴക്കൽ വേലുവിന്റെ ഭാര്യ കാളി, തിരൂർക്കാട് പുഴക്കൽ വാസുവിന്റെ ഭാര്യ ദേവകി, അരിപ്ര കിണറ്റിങ്ങത്തൊടി മജീദ് എന്നിവർക്കാണ് കുറുക്കന്റെ കടിയേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ കാളിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കാളിയും ദേവകിയും അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. ഇവർ ശനിയാഴ്ച രാവിലെ 9 മണിയോടെ ജോലിക്ക് പോകുന്ന സമയത്താണ് കുറുക്കന്റെ കടിയേറ്റത്. തിരൂർക്കാട് ശിവക്ഷേത്രത്തിന് പിറകുവശത്തെ വയലിൽ വെച്ചാണ് കടിയേറ്റത്. മജീദിന് അരിപ്പറയിൽ വെച്ചാണ് കടിയേറ്റത്. പേ പിടിച്ച കുറുക്കനാണ് ആക്രമിച്ചതെന്നാണ് സംശയം. ഓടിക്കൂടിയ നാട്ടുകാർ കുറുക്കനെ അടിച്ചുകൊന്നു. ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാനുള്ള ആഹ്വാനവുമായി മണ്ണാർക്കാട് മുസ്ലിം യൂത്ത് ലീഗ് നൈറ്റ് മാർച്ച് നടത്തി. രാത്രി 10 മണിക്ക് നടത്തിയ മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. മാർച്ച് എൻ ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും അതുമൂലമുണ്ടാകുന്ന അക്രമ സംഭവങ്ങളും പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യൂത്ത് ലീഗ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരെ യൂത്ത് ലീഗ് പഞ്ചായത്ത് യൂണിറ്റ് തലങ്ങളിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടമായാണ് നഗരത്തിൽ നൈറ്റ് മാർച്ച് നടത്തിയത്. സമൂഹം ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത എൻ ഷംസുദ്ദീൻ MLA പറഞ്ഞു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് കണ്ടുവരുന്ന ചെറുപ്പക്കാരിലെ അക്രമോത്സുകതയ്ക്കെതിരും അതുപോലെ തന്നെ അതിൽ വലിയ പങ്ക് വഹിക്കുന്നത് വ്യാപകമായ ലഹരിയുടെ സാന്നിധ്യമാണ്. MDM അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ, രാസലഹരി കേരളത്തിൽ വ്യാപകമായി ലഭ്യമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് സ്വന്തം കൂടപ്പിറപ്പുകളെ, മാതാവിനെ, പിതാവിനെ പോലും തിരിച്ചറിയാൻ കഴിയാതെ വലിയ അതിക്രമങ്ങളും പൈശാചികതയും നമ്മുടെ സംസ്ഥാനത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരായ അതിശക്തമായ പോരാട്ടം വിവിധ കോണുകളിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. യൂത്ത് ലീഗ് ഇത്തരം ധർമ്മച്യുതികൾക്കെതിരായ പോരാട്ടത്തിൽ എന്നും മുൻപന്തിയിൽ നിന്ന ഒരു യുവജന പ്രസ്ഥാനമാണ്. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി TS സിദ്ദിഖ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ, സെക്രട്ടറി ഹുസൈൻ കോളശ്ശേരി, നിയോജകമണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷമീർ പഴേരി, ജനറൽ സെക്രട്ടറി മുനീർ താളിയിൽ, ട്രഷറർ ഷർഫുദ്ദീൻ ചങ്ങലേരി, സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കൊൽക്കളത്തിൽ, നൌഷാദ് വെള്ളപ്പാടം, ഉണ്ണീൻ വാപ്പു, നൌഫൽ കളത്തിൽ, CK സദക്കത്തുള്ള, സക്കീർ മുല്ലക്കൽ, ഷമീർ വേളക്കാടൻ എന്നിവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. പ്രസിദ്ധമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന് വെടിക്കെട്ട് നടത്താൻ അനുമതി. ഇതാദ്യമായി പകൽപൂരത്തിന് ആനകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് എഴുദേശം കോർഡിനേഷൻ കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. 12-ന് രാത്രി 8-ന് പടിഞ്ഞാറൻ ചേരിയുടെയും 9:30-ന് തെക്ക് മംഗലം ദേശത്തിന്റെയും വെടിക്കെട്ട് നടക്കും. 13-ന് രാവിലെ 8-ന് എഴുദേശം കോർഡിനേഷൻ കമ്മിറ്റിയുടെ വെടിക്കെട്ടുമുണ്ടാകും. ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായി നടന്ന ദേശക്കൂത്തിന് ഹൈക്കോടതിയുടെ അനുമതിയോടെയായിരുന്നു വെടിക്കെട്ട് നടത്തിയിരുന്നത്. വെടിക്കെട്ടിനായി പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ അംഗീകരിച്ച രൂപത്തിലുള്ള സംഭരണമുറി ഇല്ലെന്നതുൾപ്പെടെയുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. 12-ന് പൂരം ദിവസം ചിനക്കത്തൂർ പൂരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പകൽ പൂരത്തിന് സമാപനം കുറിച്ച് കിഴക്ക് പടിഞ്ഞാറൻ ചേരികളിലെ 27 ആനകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തും. ഇരുചേരികളിലെയും ആനപ്പൂരങ്ങൾ വൈകിട്ട് 6:30-ന്
പരസ്പരം അഭിമുഖമായി നിന്ന് ഒരേ സമയം കുടമാറ്റം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 3:30 മണിക്ക് കുതിരകളി കാവിൽ തുടങ്ങുകയും അതിനുശേഷം തേര് തട്ടുമ്മൽ കൂത്ത് 5 മണിക്ക് തന്നെ ഇരു ചേരികളിലും മേളം തുടങ്ങുന്നു. അതിനുശേഷം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയ്ക്ക് ഇന്ന് ചെനക്കത്തൂർ 7 ദേശവും പ്ലാൻ ചെയ്തിട്ടുള്ളത് വാശിയേറിയ കുടമാറ്റം 6:30-ന്. 6:30-ന് ശേഷം 7:15 വരെ കുടമാറ്റവും 7:15-ന് ശേഷം പടിഞ്ഞാറൻ ചേരിയിലുള്ള 17 ആനകളും കിഴക്കൻ ചേരിയിലുള്ള 10 ആനകളും ചേർന്ന് സംയുക്തമായിട്ട് ഒരു കൂടിച്ചേരൽ നടക്കുന്നു എന്നൊരു പ്രത്യേകത. 27 ആനകളും ചേർന്ന് വാശിയേറിയ മേളത്തോടു കൂടി ഈ വർഷത്തെ പകൽപൂരം അവസാനിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു തനിയാവർത്തനം എന്ന നിലയ്ക്ക് പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ നടക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. എല്ലാ ഭക്തജനങ്ങളെയും ദേശങ്ങളിലെയും ഇതര ദേശങ്ങളിലെ ആളുകളെയും ഈ പൂരത്തേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ 7 ദേശം കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ആർ മണികണ്ഠൻ, ജോയിന്റ് കൺവീനർ AR രാജേഷ്, ഭാരവാഹികളായ പുത്തൻവീട്ടിൽ ശശിധരൻ, M സുഭാഷ്, K ഹരിദാസ് എന്നിവർ പങ്കെടുത്തു. മണ്ണാർക്കാട് തട്ടകത്തിൽ പൂരാഘോഷത്തിന്റെ ആരംഭം തീർത്ത് അരക്കുറിശി ഉദയർക്കുന്ന് ഭഗവതി വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ ആറാട്ടിനെഴുന്നള്ളി. മണ്ണാർക്കാട് പൂരത്തിന് തുടക്കം കുറിച്ചുള്ള ആറാട്ടെഴുന്നള്ളിപ്പിന് സാക്ഷിയാവാൻ ആയിരങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ തടിച്ചുകൂടിയത്. തിങ്ങി നിറഞ്ഞ ഭക്തർക്കിടയിലൂടെ ഉറഞ്ഞുതുള്ളിയ കോമരങ്ങൾ ഒരുക്കിയ വഴിയിലൂടെ ഭഗവതി ആറാട്ടിനെഴുന്നള്ളി. അർദ്ധരാത്രിയിലും ആറാട്ടെഴുന്നള്ളിപ്പിന് ആയിരക്കണക്കിന് ഭക്തർ തടിച്ചുകൂടി. ക്ഷേത്രം തന്ത്രി പന്തലക്കോടത്ത് ശങ്കരനാരായണൻ നമ്പൂതിരി താന്ത്രിക ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഇനി എഴുന്നാൾ മണ്ണാർക്കാട് പൂരാഘോഷത്തിമിർപ്പിലാണ്. പഴമയുടെ പ്രൗഢിയും പുതുമയുടെ പൊലിമയും നിറം പകരുന്ന പൂരത്തിൽ പതിനായിരങ്ങളാണ് പങ്കാളികളാകുക. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും നെഞ്ചിലേറ്റുന്ന ഉത്സവമാണ് മണ്ണാർക്കാട് പൂരം. പൂരാഘോഷ നാളുകളിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഭഗവതി ആറാട്ടിനെഴുന്നള്ളും. രാത്രി കോലാട്ടം, കൈക്കൊട്ടിക്കളി, തിരുവാതിരക്കളി എന്നിവയും അരങ്ങേറും. 3-ാം പൂരനാളായ ഞായറാഴ്ചയാണ് മണ്ണാർക്കാട് പൂരത്തിന് കൊടിയേറുന്നത്. വലിയാറാട്ട് ദിനത്തിൽ ഭക്തർക്കൊരുക്കുന്ന കഞ്ഞിപ്പാർച്ചയ്ക്കുള്ള സാമഗ്രികൾ സ്വീകരിക്കുന്നത് ഇത്തവണ ഞായറാഴ്ച കൊടിയേറ്റത്തിനു ശേഷം കലവർ നിറയ്ക്കൽ എന്ന ചടങ്ങോടെ ആരംഭിക്കും. മണ്ണാർക്കാട് പൂരത്തോടനുബന്ധിച്ച് പൂരാഘോഷ കമ്മിറ്റി ഏർപ്പെടുത്തിയ ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ സ്മാരക വാദ്യപ്രവീണ പുരസ്കാരം സമർപ്പിച്ചു. മേളം കലാകാരനായ ചെറുശ്ശേരി കുട്ടന്മാരാണ് അവാർഡിന് അർഹനായത്. കളക്ടർ G പ്രിയങ്ക പുരസ്കാരം സമ്മാനിച്ചു. പുരസ്കാര സമർപ്പണ ചടങ്ങ് N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്കാര തനിമയുടെ തനതായ അവസ്ഥ കാണാൻ കഴിയുന്ന പ്രദേശമാണ് മണ്ണാർക്കാട് പൂരമെന്ന് MLA പറഞ്ഞു. ആ സംസ്ഥാനത്തിന്റെ ജനതയുടെ ജീവിതവും അവരുടെ മുന്നേറ്റങ്ങളും ചരിത്രവും പാരമ്പര്യവും ഒക്കെ ബന്ധപ്പെട്ട ചില ഘടകങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഈ സംസ്ഥാനത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കാണുന്ന സാംസ്കാരിക ഗരിമയുടെ ഏറ്റവും ഉന്നതമായ ഒരവസ്ഥ കാണാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ഭാഗ്യത്തിന് നമ്മുടെ മണ്ണാർക്കാട്. കാടും ആറും പുഴയും അതുപോലെ തന്നെ മറ്റ് പ്രകൃതിയുടെ സവിശേഷമായ സൗകര്യങ്ങളും എല്ലാം ഒത്തിണങ്ങിയ ഈ നാട്ടിൽ എഞ്ചിനീയർമാരും ഡോക്ടർമാരും മാത്രം പോരെന്നും കലാകാരന്മാർ കൂടിയും ആവശ്യമാണെന്ന് പുരസ്കാരം സമ്മാനിച്ച ജില്ലാ കളക്ടർ G പ്രിയങ്ക പറഞ്ഞു. എൻ്റെ ഒരു പേഴ്സണൽ ബിലീഫ് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന് ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും പിന്നെ ഓഫീസേഴ്സും മാത്രമല്ല വേണം, കലയും കലാകാരനും തീർച്ചയായിട്ടും വേണം. ഒരു സൊസൈറ്റിയുടെ ഒരു എമോഷൻസ് കൊടുക്കുന്നതും പിന്നെ ഒരു ക്യാരക്ടർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആർട്ടും പിന്നെ ആർട്ടിസ്റ്റ് തന്നെയാണ്. ഈ ഒരു 2025 നോക്കുമ്പോൾ ആർട്ടിസ്റ്റിനെ പ്രോത്സാഹിക്കുന്നത് ഒരു സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്വമാണ്. ആ ഒരു ഉത്തരവാദിത്വം ഈ പൂരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഇത് മാത്രമല്ല, ഇന്ന് മറ്റുള്ള എല്ലാവരുടെ വിശിഷ്ട വ്യക്തികളുണ്ട്.
ഫ്രം ദ ഫീൽഡ് ഓഫ് മൂവി ഇൻഡസ്ട്രി, തിയേറ്റർ ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, ഇങ്ങനെ എല്ലാവരും ഒരു പ്രോത്സാഹിച്ചിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ പൂരാഘോഷ കമ്മിറ്റിക്കുള്ളത്. പുരസ്കാര കമ്മിറ്റി പ്രസിഡന്റ് KC സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്തി പത്ര സമർപ്പണവും പൊന്നാട അണിയിക്കലും ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി KM ബാലചന്ദ്രൻ ഉണ്ണി നിർവഹിച്ചു. മണ്ണാർക്കാട് നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ ഉപഹാരവും ഡോക്ടർ AP രാധാകൃഷ്ണൻ ക്യാഷ് അവാർഡും നൽകി. സാംസ്കാരിക പ്രവർത്തകൻ KPS പയനേടം, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് മോഹൻദാസ് മണ്ണാർക്കാട്, കാർഷിക രംഗത്ത് മികച്ച സംഭാവന നൽകിയ ജോസ് ചീരക്കുഴി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പൂരാഘോഷ കമ്മിറ്റി ജനറൽ സെക്രട്ടറി M. പുരുഷോത്തമൻ, ട്രഷറർ PK മോഹൻദാസ്, നഗരസഭാ കൗൺസിലർമാരായ അരുൺകുമാർ പാലകുർശി, TR സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു. ലഹരിക്കെതിരെ മണ്ണാർക്കാട് പൂരാഘോഷ കമ്മിറ്റി നടത്തുന്ന ക്യാമ്പയിൻ്റെ പോസ്റ്റർ പൂരമാണ് ലഹരി, ലഹരിയല്ല പൂരം കളക്ടർ G. പ്രിയങ്ക പ്രകാശനം ചെയ്തു. കേരളത്തിൽ നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലത്ത് ധർണ സംഘടിപ്പിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് ധർണ സംഘടിപ്പിച്ചത്. BJP സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്ത് സമരത്തിൽ കൂടി ശക്തരായി അധികാരത്തിൽ വന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. ആ CPM സമരത്തിന് അനുകൂലമായ നിലപാടെടുക്കുന്നില്ല എന്നുള്ളത് പോകട്ടെ, അത് രാഷ്ട്രീയമായി നമുക്കതിനെ കാണാം. പക്ഷേ സമരം ചെയ്യുന്ന നമ്മുടെ സഹോദരിമാരെ വളരെ മോശമായ ഭാഷയിൽ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് തിരുവനന്തപുരത്ത് സമരം മാറിയ സാഹചര്യം ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ മീഡിയയിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമരത്തിന്റെ ന്യായത്തെ ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റും സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിനെ നയിക്കുന്ന വീണ ജോർജും നടത്തുന്ന ചെപ്പടി വിദ്യകൾ ഓരോന്നായി പൊളിഞ്ഞു വീഴുന്ന ദയനീയമായ രാഷ്ട്രീയ അവസ്ഥയാണ് കേരളത്തിലുള്ളത്. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് മുൻ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, മേഖലാ സെക്രട്ടറി P. ശങ്കരൻകുട്ടി, ജില്ലാ നേതാക്കളായ MP സതീഷ് കുമാർ, KV ജയൻ, P. സത്യഭാമ, സിനി മനോജ്, C. സുമേഷ്, NP നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഇനി മാതൃകാ സ്ത്രീ സൗഹൃദ പഞ്ചായത്തായി മാറും. രാജ്യത്തെ എല്ലാ ജില്ലകളിൽ നിന്നും ഓരോ ഗ്രാമപഞ്ചായത്തുകളെ മാതൃകാ സ്ത്രീ സൗഹൃദ പഞ്ചായത്താക്കി മാറ്റുന്നതിന് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം തയ്യാറാക്കുന്ന പദ്ധതിയിലേക്ക് പാലക്കാട് ജില്ലയിൽ നിന്ന് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിനെ തെരഞ്ഞെടുത്തു. മുൻ വർഷങ്ങളിൽ വനിതാ ഘടക പദ്ധതിയിൽ നടത്തിയ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുടെയും ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ നൽകിയ ശുപാർശയിൽ നിന്നാണ് ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിനെ മാതൃകാ സ്ത്രീ സൗഹൃദ പഞ്ചായത്താക്കി മാറ്റുന്നതിന് തിരഞ്ഞെടുത്തത്. ജെൻഡർ ബജറ്റിംഗ്, ഇഫക്റ്റീവ് പാരന്റിംഗ്, വനിതകളുടെയും പെൺകുട്ടികളുടെയും കലാകായിക സംഗമം, സമദർശിത പഠന റിപ്പോർട്ട്, ജാഗ്രതാ സമിതികളുടെ ശാക്തീകരണം, സംരംഭകത്വ വികസനം, കരാട്ടെ, യോഗ പരിശീലനങ്ങൾ തുടങ്ങി വനിതാ മേഖലയിൽ വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് ശ്രീകൃഷ്ണപുരം ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മുടെ മാർച്ച് 8 അന്താരാഷ്ട്ര ദേശീയ വനിതാ ദിനത്തില് നമുക്ക് പൊൻതൂവൽ എന്ന രീതിയിൽ നമ്മുടെ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയത്തിന്റെ പ്രത്യേക സ്ത്രീ സൗഹൃദ പഞ്ചായത്ത്, മാതൃകാ സ്ത്രീ സൗഹൃദ പഞ്ചായത്ത് എന്ന അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ കിലയും സംസ്ഥാന സർക്കാരും വനിതാ ഘടക പദ്ധതികളെല്ലാം അവലോകനം ചെയ്തുകൊണ്ട് കിലയും സംസ്ഥാന സർക്കാരുമാണ് നോമിനേഷൻ നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ ജില്ലകളിൽ നിന്ന് ഓരോ പഞ്ചായത്തിനെ സ്ത്രീ സൗഹൃദ പഞ്ചായത്തുകളാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്തിട്ടുള്ളത് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിനെയാണ്. നമ്മുടെ വർഷങ്ങളായിട്ടുള്ള സ്ത്രീ സൗഹൃദ ഇടപെടലുകളും വനിതാ ഘടക പദ്ധതികളെല്ലാം ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ വനിതാ മുട്ടക്കോഴി അല്ലെങ്കിൽ വനിതാ പച്ചക്കറി എന്ന രീതിയിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട്
നമ്മുടെ പൊതുസമൂഹത്തിനും പൊതു സ്ത്രീകൾക്കും എല്ലാം ഉപകാരപ്രദമാകുന്ന പദ്ധതികളാണ് കുറെ വർഷങ്ങളായി നമ്മൾ വെച്ചു പോരുന്നത്, നടപ്പിലാക്കി വരുന്നത്. ഇപ്പൊ നമ്മുടെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും കലാകായിക സംഗമം, വിവരഹിത പഞ്ചായത്ത്, ഇഫക്റ്റീവ് പേരന്റിംഗ് എന്നീ നിലകളിലുള്ള കരാട്ടെ, യോഗ പരിശീലനം വനിതകൾക്ക്, അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഹില ഇത് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ ഒരു മാർച്ച് 8 തന്നെ വനിതാ ദിനത്തിനോടനുബന്ധിച്ച് ഈ അംഗീകാരം ലഭിക്കുകയും ഇന്ന് കിലയുടെ നേതൃത്വത്തിൽ നമ്മൾ മഹിളാ സഭകൾ ചേരുകയും സെമിനാറുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ആശാവർക്കർമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം, ICDS എന്നീ മേഖലകളിലെല്ലാം ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഇടപെടുന്നതും സ്ത്രീകളാണ് അതിന് പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നതും എന്ന വിലയിരുത്തലാണ്. അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും നല്ല തൊഴിൽ വരുമാനങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് വരുമാനത്തിലൂടെ സ്ത്രീ ശാക്തീകരണവും അവരുടെ ഒരു വികസന ലക്ഷ്യം കൈവരിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നമുക്ക് പദ്ധതികൾ തയ്യാറാക്കാൻ ഈ ഒരു സ്ത്രീ സൗഹൃദ പഞ്ചായത്ത് എന്ന അംഗീകാരം ഏറ്റവും കൂടുതൽ നമ്മളെ നമുക്കത് ആസൂത്രണം ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നു. ഈ മഹിളാ ദിനത്തിന് എല്ലാ വനിതകൾക്കും വനിതാ ദിന ആശംസകൾ ഗ്രാമപഞ്ചായത്തിന്റെ അറിയിച്ചുകൊണ്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊടുമുണ്ടയിൽ വനിതാ ദിനാചരണം നടത്തി. വനിതാ കൂട്ടായ്മയുടെ പഞ്ചാരി മേളത്തോടെയായിരുന്നു പരിപാടികൾ ആരംഭിച്ചത്. കൊടുമുണ്ട ബാബൂസ് ഓഡിറ്റോറിയത്തിൽ വച്ചായിരുന്നു ദിനാചരണം. പ്രൊഫസർ CP ചിത്ര ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ പോരാട്ടം തുടരുകയാണ് എന്നുള്ളതാണ് നാം തിരിച്ചറിയുന്നത്. നമുക്ക് നേടിയെടുക്കാനുള്ളത് വളരെ വലുതാണ്. ലോകത്തെമ്പാടും തന്നെ സ്ത്രീകളുടെ മുന്നേറ്റം എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം. ആ സ്ത്രീകളുടെ മുന്നേറ്റത്തിലൂടെ മാത്രമേ മാനവ വിമോചനം പൂർണ്ണമാവുള്ളൂ എന്നുള്ളത് നാം തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഈ സർവദേശീയ മഹിളാ ദിനത്തില് നമുക്ക് ലോകത്തോട് പറയാനുള്ളത്, നമ്മളോട് തന്നെ പറയാനുള്ളത്. ലോകത്തെമ്പാടും തന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, സ്ത്രീകളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം. ലോക മുതലാളിത്തം യുദ്ധത്തിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഗാസയിൽ നടക്കുന്ന വലിയ പോരാട്ടം നമ്മൾ കാണുന്നു. ആ പോരാട്ടം താത്കാലികമായിട്ട് അതിന് ചെറിയ നിൽപ്പുകളുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവിടെ മരിച്ചു വീണത് ആയിരക്കണക്കിനായ സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ളത് നമ്മൾ അറിയുന്നത്. ഭാവി തലമുറയെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന യുദ്ധവേറി ഈ ലോകത്തെമ്പാടും പടർന്നു. ഏരിയ പ്രസിഡന്റ് മിനി അധ്യക്ഷയായി. ED ശ്രീജ, O ലക്ഷ്മിക്കുട്ടി, A ആനന്ദവല്ലി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പുരസ്കാരങ്ങൾക്ക് അർഹരായ ബീന R ചന്ദ്രൻ, MN അനിത, സുധ തെക്കേമഠം എന്നിവരെ അനുമോദിച്ചു. സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയ വിളയൂർ പഞ്ചായത്ത്, മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നേടിയ പട്ടാമ്പി നഗരസഭ എന്നിവയിലെ അധ്യക്ഷന്മാർക്കും ആദരം നൽകി. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വനിതാ ദിനത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ആദരമൊരുക്കി ചെറുപ്പശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം. നന്മ വുമൻസ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിലാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ മുന്നണി പോരാളികളെ ആദരിച്ചത്. വനിതാ ദിനത്തിൽ ആദരം ഏറ്റുവാങ്ങി ചെറുപ്പുളശ്ശേരി നഗരസഭയിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ. ചെറുപ്പുളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം വുമൻസ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിലാണ് മാലിന്യ സംസ്കരണത്തിലെ മുന്നണി പോരാളികളെ ആദരിച്ചുകൊണ്ട് മാതൃകയായത്. വെള്ളിനേഴി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നവ്യ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അത് ഏറ്റവും ഒരു നമുക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ ഹരിതസേന. അപ്പൊ നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ നാടിനെ മാലിന്യവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മുന്നണി പോരാളികളായിട്ട് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും.
ഹരിതസേനയിൽ ഓരോരുത്തരും നമുക്കറിയാം നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന, നമ്മുടെ വീടുകളിൽ തന്നെ വേസ്റ്റ് സെഗ്രിഗേഷൻ കൃത്യമായിട്ട് നടക്കാത്ത വീടുകളും കടകളും എല്ലാം ഉള്ള നാടാണ് നമ്മുടെ, അല്ലെ? നമ്മുടെ വീട്ടിൽ പോലും കൃത്യമായിട്ട് ഒരു 3 ബക്കറ്റ് സിസ്റ്റം പല വീടുകളിലും ഇല്ല. നമ്മുടെ ഫുഡ് വേസ്റ്റ് ഒരു ബക്കറ്റ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്, പേപ്പറൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം എന്ന് നമ്മൾ പല പ്രാവശ്യം നമ്മുടെ പല മീറ്റിങ്ങുകളിലും എല്ലാത്തിലും പറഞ്ഞാൽ പോലും അതുപോലും ചെയ്യാത്ത ആൾക്കാരും നമ്മൾ കഴിച്ച് മിക്കവാറും ഇപ്പോഴത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ മിക്കവാറും പാഴ്സലാണ് വീട്ടിലേക്ക്. ചെറുപ്പുളശ്ശേരി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സൽമ വി മോഹൻ വിശിഷ്ടാതിഥിയായി. നന്മ വുമൻസ് വിംഗ് വൈസ് പ്രസിഡന്റ് റുക്കിയാലി അധ്യക്ഷത വഹിച്ചു. നന്മ വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ, നന്മ സെക്രട്ടറി എ കെ രാജഗോപാലൻ എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി. വുമൻസ് വിംഗ് ജോയിന്റ് സെക്രട്ടറി സാബിറ മൊയ്തു, സെക്രട്ടറി റമീന ഷദീദ് എന്നിവരും സംസാരിച്ചു. പരിപാടിയിൽ ക്യാൻസർ പ്രതിരോധ യജ്ഞത്തിന്റെ ഭാഗമായി സൗജന്യ പരിശോധനയും സ്ക്രീനിംഗും നടന്നു. വനിതാ ദിനത്തോടനുബന്ധിച്ച് ചെറുപ്പശ്ശേരി ടൗൺ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചൈൽഡ്ഹുഡ് ക്യാൻസർ അമ്മമാർ അറിയേണ്ടത് എന്ന വിഷയത്തിൽ മുഖാമുഖം സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ ചെറുപ്പശ്ശേരി ചൈതന്യ കൺവെൻഷൻ സെന്ററിൽ വെച്ച് സംഘടിപ്പിക്കുന്ന പരിപാടി VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വലിയ മാറ്റങ്ങൾക്ക് പ്രചോദനമാവാൻ സ്ത്രീ ശാക്തീകരണത്തിലൂടെ കഴിയട്ടെ എന്ന മുദ്രാവാക്യവുമായാണ് ചെറുപ്പശ്ശേരി ടൗൺ ലയൺസ് ക്ലബ്ബ് വനിതാ ദിനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ 9:30 മുതൽ ചെറുപ്പശ്ശേരി ചൈതന്യ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് പരിപാടികൾ നടക്കുക. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം നിർവഹിക്കും. ചൈൽഡ്ഹുഡ് ക്യാൻസർ അമ്മമാർ അറിയേണ്ടത് എന്ന വിഷയത്തിൽ ഡോക്ടർ ഫവാസ് അലി, സ്ത്രീകൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഡോക്ടർ കൊച്ചു എസ് മണി എന്നിവർ സംസാരിക്കും. മികച്ച സാമൂഹ്യ പ്രവർത്തകരായ വനിതകളെയും ഹരിതകർമ്മസേന പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിക്കുമെന്നും സ്ത്രീ വികാസത്തിനായുള്ള മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. ഈ വരുന്ന നാളെ രാവിലെ ചെർപ്പളശ്ശേരി ചൈതന്യ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് ബഹുമാനപ്പെട്ട MP ശ്രീ VK ശ്രീകണ്ഠൻ അവർ ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അത് നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ P രാമചന്ദ്രൻ ഇതിൻ്റെ മുഖ്യാതിഥിയാണ്. ഇത് ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിലെ എല്ലാ ക്ലബിൽ നിന്ന് പ്രതിനിധികൾക്കും നമ്മൾ സമൂഹത്തിൽ കാണുന്ന സ്ത്രീകൾ, അമ്മമാർ, ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടൊരു മുഖാമുഖം പരിപാടിയാണ്. ഈ പരിപാടി നയിക്കുന്നത് കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഫവാസ് അലിയാണ്. അദ്ദേഹം അവിടുത്തെ മെഡിക്കൽ ഓങ്കോളജിസ്റ്റാണ്. അദ്ദേഹം ചെറിയൊരു ക്ലാസ് എടുക്കും. അതേ തുടർന്ന് ഒരു മുഖാമുഖം പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. വനിതാ ദിനത്തോടനുബന്ധിച്ച് നമ്മളെ സമൂഹത്തിൽ മാറ്റം സൃഷ്ടിക്കുന്ന ഒരുപാട് വനിതകളെ നാളെ ആദരിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ പ്രധാന പ്രൊജക്റ്റായ മാലിന്യമുക്ത കേരളം, അതിന് നമുക്ക് ഏവർക്കും ഒരുപാട് പിന്തുണ നൽകി നമ്മുടെ കുട്ടികളുടെയൊക്കെ കൂട്ടുകാരായ ഹരിതകർമ്മസേനക്കാർ, ക്ലീനിങ് ഉദ്യോഗസ്ഥർ തുടങ്ങി പല സാഹചര്യങ്ങളിലുള്ള വ്യത്യസ്ത മേഖലകളിൽ പ്രശസ്തരായ വ്യക്തികളെയാണ് നമ്മൾ ആദരിക്കുന്നത്. എന്ന് മാത്രമല്ല, വനിതകൾക്ക് വേണ്ടി അവരുടെ മിഡിൽ ഏജിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, അതിന് ഡോക്ടർ കൊച്ചു EMS ഹോസ്പിറ്റലിലെ ഡോക്ടർ കൊച്ചു എസ് മണി വന്ന ഒരു ക്ലാസ് നയിക്കുന്നുണ്ട്. അതുപോലെ വേനൽക്കാല രോഗങ്ങൾ, അതിനെക്കുറിച്ചും അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചും കൂടുതൽ സംസാരിക്കുന്നത് ഡോക്ടർ രാധികയാണ്. അതിന് പുറമെ സ്ത്രീകൾക്ക് എന്നും പ്രചോദനമുളവാകുന്ന വളരെ വ്യത്യസ്തമായ മോട്ടിവേഷൻ ക്ലാസ്സുമായി ശുഭരാജ്, V രാമചന്ദ്രൻ എന്നിവർ ക്ലാസ്സുകൾ നയിക്കുന്നുണ്ട്. 12ഓളം സർവീസ് പ്രൊജക്റ്റുകളും ഞങ്ങൾ നാളെ ചെയ്യുന്നുണ്ട്. ലയൺ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഡോക്ടർ സി മധു, ടൗൺ ക്ലബ്ബ് പ്രസിഡന്റ് രാജി സി മധു, സെക്രട്ടറി VP അനിത, മറ്റ് ഭാരവാഹികളായ K സത്യാനന്ദൻ, NG രാജേഷ് കുമാർ, അഡ്വക്കേറ്റ് അരുൺ കണ്ണേരി, K കമറുദ്ദീൻ, മീന രാജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിന്റെ 2024-2025 ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ സ്കീമുകളിലായി 15 ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി സൗഹൃദ ഗ്രാമപഞ്ചായത്താണ് തച്ചനാട്ടുകര. ഗ്രാമപഞ്ചായത്ത് നടത്തിയ സ്പെഷ്യൽ മെഡിക്കൽ ക്യാമ്പിലൂടെ 15 പേർക്ക് ഡോക്ടർ നിർദ്ദേശിച്ച ഉപകരണങ്ങളാണ് നൽകിയത്. 2024-25 ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ സ്കീമുകളിലായി 9 ലക്ഷം രൂപയുടെ സഹായോപകരണങ്ങളാണ് വിതരണം ചെയ്തത്. സ്റ്റാറ്റിക് സൈക്കിൾ,
വീൽചെയർ, സ്മാർട്ട് കൈൻ, സെൻസറി കിറ്റ്, വാക്കിംഗ് സ്റ്റിക്ക് തുടങ്ങിയ ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങളായിരുന്നു എല്ലാം. നാട്ടുകൽ അണ്ണാന്തൊടി CH ഹാളിൽ നടന്ന വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ CP സുബൈർ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AK വിനോദ്, ഇല്യാസ് കുന്നുംപുറം, PT സഫിയ, ICD സൂപ്പർവൈസർ രമാദേവി, K ഹംസ, PT സയ്യിദ് മുഹമ്മദ്, KP കുഞ്ഞി മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. സെൻട്രൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം പാലക്കാട് ജില്ലാ കമ്മിറ്റി മാർച്ച് 8 ലോക വനിതാ ദിനാഘോഷം മുണ്ടൂർ ALP സ്കൂളിൽ വെച്ച് നടത്തി. സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് വിക്ടോറിയ വിൻസെന്റ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. CHRF ജില്ലാ അംഗം മുന്താസ്, പ്രധാനാധ്യാപിക K ഉമാദേവിയെയും ഉമാദേവി ടീച്ചർ വിക്ടോറിയ വിൻസെന്റിനെയും CHRF അംഗം ബീന നായർ, സ്കൂളിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന NP ശ്രീദേവി ടീച്ചറെയും വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി പൊന്നാട അണിയിച്ച് ആദരിച്ചു. സ്കൂളിനുള്ള മൊമന്റോ പ്രധാനാധ്യാപിക K ഉമാദേവിക്ക് നൽകി. സ്കൂളിലെ എല്ലാ അധ്യാപികമാർക്കും മറ്റു വനിതാ സഹപ്രവർത്തകർക്കും CHRF പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ബൊക്കെ നൽകി ആദരിച്ചു. CHRF ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് റാഫിയും പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. ട്രെയിനിൽ കടത്തിയ 47.7 കിലോ കഞ്ചാവ് പിടികൂടി. ബംഗാൾ സ്വദേശികളായ യുവതിയും യുവാവും അറസ്റ്റ്. മലപ്പുറം പാണ്ടിക്കാട് ഹാഷിഷ് ഓയിലുമായി പിടിയിലായ യുവാവ് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെന്ന് പോലീസ്. കോഴിക്കോട് നല്ലളം സ്വദേശി നവീൻ ബാബുവാണ് 190 ഗ്രാം ഹാഷിഷ് ഓയിലുമായി പിടിയിലായത്. സ്വകാര്യ ബസ്സിൽ ദേഹത്ത് ഒളിപ്പിച്ചായിരുന്നു മയക്കുമരുന്ന് കടത്തം. ലോക വനിതാ ദിനം വ്യത്യസ്തമായ പരിപാടികളോടെ ആഘോഷിച്ച തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും വിവിധ സംഘടനകളും. സ്ത്രീകൾ ഇനിയും ശാക്തീകരിക്കപ്പെടേണ്ടതുണ്ടെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ G പ്രിയങ്ക. ശാരീരിക മാനസിക ആരോഗ്യത്തിന് വനിതകൾ പ്രാമുഖ്യം നൽകണമെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ. ഒറ്റപ്പാലം ചിലക്കത്തൂർ പൂരത്തിന് വെടിക്കെട്ട് നടത്താൻ ഹൈക്കോടതിയുടെ അനുമതി. ഇതാദ്യമായി പകൽപൂരത്തിന് സമാപനം കുറിച്ച് 27 ആനകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ. ആറാട്ട് എഴുന്നള്ളിപ്പോടെ മണ്ണാർക്കാട് അരക്കുറിശി ക്ഷേത്രത്തിൽ പൂരാഘോഷം തുടങ്ങി. ആശാവർക്കർമാർക്ക് ആശ്വാസം പകർന്ന് നജീബ് കാന്തപുരം MLA ഹെൽത്ത് കാർഡ് പദ്ധതി 2ാം വർഷത്തിലേക്ക്. കഴിഞ്ഞ ഒരു വർഷം ചികിത്സാ ആനുകൂല്യം ലഭിച്ചത് 150 പേർക്ക്. 44 പേർക്ക് സൗജന്യ പ്രസവവും പ്രസവ ശസ്ത്രക്രിയയും സാധ്യമായതായി MLA. പെരിന്തൽമണ്ണ തിരൂർക്കാട് കുറുക്കന്റെ കടിയേറ്റ് 3 പേർക്ക് പരിക്ക്. കടിയേറ്റ ഒരു സ്ത്രീയുടെ നില ഗുരുതരം. കടിയേറ്റ 2 സ്ത്രീകൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്.